ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് നന്ദു. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മേക്ക് ഓവറൊന്നുമല്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യണം അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു സെൽഫ് കെയർ ഡേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. അത് ബാംഗ്ലൂരാണ് അവരുടെ ശരിക്കുള്ള ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് അത് കാണിച്ചത്, അതാണ് മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഇവിടെ ട്രിവാൻഡ്രത്താണ് വന്നേക്കുന്നത്. അപ്പം എന്തായാലും പോകണമല്ലോ. അപ്പോൾ ക്ലാരമ്മ എൻ്റെ കൂടെ. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് തേർഡ് സ്റ്റഡ് അടിക്കാൻ വേണ്ടി പോയൊരു വീഡിയോ ഉണ്ട്. അതിൽ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടാണ് ഇന്നും വരുന്നത്. ഓക്കെ, അപ്പം ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതെന്തോന്ന് സാധനം എനിക്കറിഞ്ഞൂടാ. ഇത് കൊള്ളാം, അത് എനിക്കറിഞ്ഞു. വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആണ്. പനീറായിരുന്നു. ഇത് നോൺ വെജ് അല്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. അവിടെ മറ്റേ ഡ്രാഗൺ ചിക്കനൊക്കെ തോന്നുന്നു. ഇവിടെയോ? പൊട്ടത്തരങ്ങളാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് മോമോസാണ്. ഇത് എന്തൊരു കോയിത്തിയോ എന്ന് പറഞ്ഞ ഒരു നൂഡിൽസ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. പുതിയ സംഭവമാണ്, ട്രൈ ആക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ സൈഡായിട്ട് നമുക്ക് ചില്ലി ഓയിലും എന്തോ ഒരു സംഭവമുണ്ട്, എന്തൊരു സോസും ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അവിടുത്തെ നൈഫ് സോസ് കൂട്ടി നോക്കും. ചില്ലി സോസ്. എരിഞ്ഞ് ചാവും മിക്കവാറും. നിനക്ക് എരിവ് പറ്റുമല്ലോ. എല്ലാം കൂടെ കോരി ഒഴിക്കണ്ട, ട്രൈ ചെയ്ത് നോക്കും. ആദ്യം നക്കി നോക്കാം. കൊള്ളൂലേ? എന്തോ ഒരു മുളക് ചമച്ച് ചെയ്യുന്നു. കൊള്ളാം. ചില്ലി ഓയിൽ കൊള്ളാം. മറ്റേ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്ന പൊടിയില്ലേ, ഇത് നമ്മുടെ കപ്പച്ചമ്മന്തിയുടെ ഒരു എഫക്റ്റ്. കൊള്ളാം.
ജാസ്മിൻ സാറ്. നമ്മൾ പക്ക ഫുഡീസാണ് കേട്ടോ രണ്ടുപേരും, ഒന്നിനൊന്നും മെച്ചം. വന്ന് ഫുഡ് മാത്രമേ ഉള്ളൂ. അമ്മ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഫുഡ് ചെയ്യാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങുന്നതാണോ? ഞാൻ പറഞ്ഞു അതെ, വേറെ ഒരു പണിയില്ല. അതാണ് നമ്മൾ ഫുഡിൻ്റെ ആൾക്കാരാണ്, നമുക്ക് വേറെ എന്തെങ്കിലും പൈസ കൊടുക്കാൻ താല്പര്യം ഇതാണ്. എൻ്റെ പൈസ സാലറി ഫുള്ളും പോണത് ഫുഡിനാണ്. എങ്ങനെ ഇന്ന് ഡീൽ ചെയ്യാം? ഇത് ട്രൈ ചെയ്തോക്കാം. ട്രൈ ചെയ്തോ. ഞാനോ? നൂഡിൽസിൻ്റെ വേറെ സംഭവം കൊള്ളാവോ? കുഴപ്പമില്ല. എനിക്ക് മോമോസാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അത് വാങ്ങിച്ച കാര്യം സത്യം എരിവ് കുറവാട്ടോ. ഈ നമ്മുടെ എരിവ് അപ്പോൾ അത് ആഡ് ചെയ്യണം. കൂടിപ്പോയതാണോ? കുറച്ച് അത് വേണ്ട, കണ്ടിട്ട് എനിക്ക് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതല്ല അവസ്ഥ. അതൊക്കെ നിങ്ങളോട് കൊള്ളാം. അതിതൊന്നുമില്ലേ? ഇതും അതും വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അത് കുറച്ചും കൂടി എരിവ് കൂടുതലാണ്, കുറച്ചുകൂടെ ഫ്രഷാണ്. ട്രൈ ചെയ്യുമോ? തായ് ചില്ലി ചിക്കൻ അല്ലേ? ക്വാണ്ടിറ്റി വളരെ കുറവാണ്. എന്താവും എന്നു ചോദിച്ചാൽ എനിക്കറിയാമേ. കുറേ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയാ, ഭയങ്കര സ്പൈസി അല്ല, ഒരു വേറെ തന്നെ ടേസ്റ്റ്. എനിക്ക് പറഞ്ഞുതരാം. ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടോ? ഇല്ലാന്നോ? വേറൊരു സോസി ഫ്ലേവർ. സോസും ഇല്ല, എന്തൊരു എനിക്ക് പറഞ്ഞുതരാറുണ്ടോ? സത്യം അറിയാലോ, പറഞ്ഞുതരാറുണ്ടോ? ഫുഡ് ബ്ലോഗർ അല്ലാത്തത് കൊണ്ട്. പക്ഷെ സാധനങ്ങൾ ഒരു ഫ്രഷ് ഫീലിംഗ്, ഭയങ്കര സോസി അല്ല, ഭയങ്കര എന്താ പറയുക, സത്യം അറിയാമല്ലോ. ഒരു നമ്മളൊരു തായ്ലാൻഡിൽ പോയിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കൂലേ, സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ സൈഡിൽ നിന്ന് മേടിക്കുന്ന ചിക്കനാണ്. നീ കഴിച്ചോ? അത് എന്നിട്ട് പറഞ്ഞോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ.
ഡെസേർട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ പോൾസ് ക്രീമിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ബോബ ഓടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ബോബ ഓടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല. ഓക്കെ, ട്രൈ ചെയ്യാം. ഞാൻ കൊറിയൻ ലാറ്റയും അവൾ ഹേസൽനട്ട് സംതിങ്, ഹേസൽനട്ട് എന്തോ ഹേസൽനട്ട് ക്ലാസിക്കാണ് ഓർഡർ ചെയ്തത്. ഓക്കെ, കഴിച്ചു. കൊള്ളാവോ? മധുരം കൂടുതലാണ്. എനിക്ക് നോർമൽ ഒരു കോഫിയുടെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. കൊറിയൻ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നമുക്ക് തരുന്നുണ്ട്. സാധാ കോൾഡ് കോഫി പിടിക്കുന്ന ഒരു സംഭവം. ബോബോ ട്രൈ ദിസ്. തേങ്ങയാണ്. അതെ, മൈ ഗോഡ്. പാലത് പക്കാ പാല്. പാല് വെള്ളം കൈകളിൽ അത് പാലും പഴമാണ്. സാരില്ല കട്ട് ലൈൻ കട്ട്. കുറച്ച് ഇൻറ്റൻസ് ഫ്ലേവറാണ്. ഹേയ് ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 8:30 ഇനി പോയി കുറച്ചെങ്കിലും ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക എന്നുള്ളൊരു, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സും ചിൽ, അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഹെയർ കട്ട് ഇതാണ് സംഭവം. ദിസ് ഈസ് ഫേസ് ഫ്രെയിമിങ്സ്, ലൈക്ക് ചിൻ വരെ വെച്ചിട്ട് ബാക്കിയുള്ളത് ലോങ് ലെയേഴ്സാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിപ്പോൾ സെറ്റ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും എന്താ പറയുക നന്നായിട്ട് കിടക്കുന്നത്. എൻ്റെ സാധാ നോർമൽ ഹെയറിൽ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും കിടക്കാറില്ല സാധാരണ. അപ്പം നമുക്ക് ലാസ്റ്റ് സെൽഫ് ലവ് കാർഡ്സും കൂടെ എടുത്തിട്ട് ഇത് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കാർഡ് എടുത്തില്ല. ലാസ്റ്റ് അവിടെ വെച്ച് തന്നെ ഗുഡ് ബൈ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 2 കാർഡ്സ് എടുക്കുകയാണ്. You will only change your life once you change your daily habits. Okay. കുറച്ച് ചെരിഞ്ഞു പോകുന്നുണ്ട്. ഐ എം ദിസ് ഓളിയ. കുറച്ച് ചെരിഞ്ഞു പോയി സഹിക്കുക. This is the next card. Follow your heart but take your brain with you. ഓക്കെ, ഹാർട്ട് ഒരിടത്തും ബ്രെയിൻ, ഇതെന്താണിത്? ഹാർട്ട് വേറൊരിടത്തും ബ്രെയിൻ വേറൊരിടത്തും വെച്ച് പോയിട്ട് ഒരു കാര്യമില്ല. എല്ലായിടത്തും അത് എന്ത് സംഭവമാണെങ്കിലും എല്ലായിടത്തും നമ്മുടെ ഹാർട്ടും വേണം, നമ്മുടെ ബ്രെയിനും വേണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോയുടെ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് എന്ത് ഈ ഇമോജി ഇടുന്നതാണല്ലോ ഇത്രയും കഷ്ടപ്പാട്. ഒരു ഹെയർ കട്ട് ഇമോജി ഇട്ടാലോ? ഒരു പെങ്കുച്ച് ഒരു ഹെയർ കട്ട് ചെയ്യുന്നൊരു സംഭവം ഒരു ഇമോജി ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് അതിടാം, അല്ലെങ്കിൽ ബോബ ഇടാം. ബോബ ഇടാം അല്ലേ? ബോബ നമ്മുടെ ഫേവററ്റ്
ഡെസേർട്ട് ആയത് കാരണം നമുക്ക് ബോബ ഇടാം. അപ്പം പുട്ട് ബോബോന്ന് ബോബ ഇമോജി. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ